കുസാറ്റ് അപകടത്തിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം കളമശ്ശേരി മുനിസിപ്പൽ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ പ്രിൻസിപ്പൽ അടക്കം 3 പേരാണ് പ്രതികൾ. രേഷ്മ ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്നും. രേഷ്മ, ഈ സംഭവം നടന്ന 1 വർഷവും 4 മാസവും കഴിഞ്ഞ ശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോളേജ് മുൻ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പ്രതികളാക്കിക്കൊണ്ടാണ് 3 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മറ്റെന്തൊക്കെയാണ് വിശദാംശം? രജനി, കുസാറ്റ് ദുരന്തത്തിൽ 4 പേരായിരുന്നു മരണപ്പെട്ടത്. 2023 നവംബർ 25-നായിരുന്നു ഈ ഒരു ദുരന്തം ഉണ്ടായത്. ഇതിലാണിപ്പോൾ 1 വർഷവും 3 മാസവും പിന്നിടുമ്പോൾ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ 3 പ്രതികളാണുള്ളത്. അതായത് മുൻ പ്രിൻസിപ്പളായിട്ടുള്ള ദീപക് കുമാർ സാഹു, അതോടൊപ്പം തന്നെ അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് പ്രതികൾ. എന്തായാലും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ്. രജിസ്ട്രാറെ പക്ഷേ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പ്രതികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കത്തടക്കം കൈമാറുന്നത്, ഈ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന് മുൻപാകെ കത്തടക്കം കൈമാറുന്നതിൽ ബന്ധപ്പെട്ട കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നതടക്കം നേരത്തെ കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെയാണ് മുൻ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ദീപക് കുമാർ സാഹു, മറ്റ് 2 അധ്യാപകർ, ഇവർക്ക് ചുമതല ഉണ്ടായിരുന്നു അന്ന് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട്. അവരടക്കം ഇതിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം അവർക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഈ എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെയായിരുന്നു തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചത്. ആ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കോളേജ് അധികൃതരും മതിയായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതുമില്ല. പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കത്തടക്കം കൈമാറുന്നതിലും വലിയ വീഴ്ച ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ കുറ്റപത്രം ഈ കുസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. രജനി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.